ഹായ്. യൂട്യൂബ് കമൻസിൽ കുറേ ആൾക്കാർ ചോദിച്ച ഒരു ടോപ്പിക്കാണ് ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസസ്. സാറ് ആ ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസിനെ കുറിച്ചൊരു വീഡിയോ ഇടുക എന്നുള്ളത്. എന്താണ് ലൈക്കൻ പ്ലാനസ്? ലൈക്കൻ പ്ലാനസ് എന്ന് പറഞ്ഞത് സാധാരണയായിട്ട് ഒരു ചൊറിച്ചിലോടുകൂടി വരുന്ന കൈകാലുകളിൽ വരുന്നൊരു അസുഖമാണ്. സ്കിന്നിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ കൊണ്ട് ആ ഭാഗത്ത് ഒരു വയലേഷൻസ്, അത് ബ്ലൂയിഷ് ചെറിയൊരു തടിപ്പ് പോലെ വരും. അത് കുറച്ചു കാലം ഉണ്ടാവും. ചിലർക്ക് ശരീരമാസകലം വ്യാപിക്കാറുണ്ട്. അധിക പേർക്കും കാലിലും കയ്യിലാണ് ഉണ്ടാവാറ്. അതിനുള്ള ക്രീംസുകളോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് കഴിക്കേണ്ട ഗുളികയോ കഴിച്ചാൽ അത് കുറയുന്നതാണ്. പോകുന്ന ഭാഗത്ത് ഒരു ചെറിയ രീതിയിൽ ആ വന്ന ഭാഗങ്ങളിൽ മാത്രമായിട്ട് ബ്ലാക്ക് കളർ ബാക്കിയാവാറുണ്ട്. അപ്പോൾ ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസിസ് എന്ന് പറയുന്നത് അതൊരു വേറൊരു എൻറ്റൈറ്റിയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ആൾക്കാരുടെ സൈക്കോളജി, അതായത് ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമായി മാറുന്നത് ലൈക്കൻ പ്ലാനസ് കൈകാലുകളിൽ ഒരു കവർ ചെയ്യുന്ന ഭാഗങ്ങളിൽ വരുന്നതാണെങ്കിൽ ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസസ് കൂടുതലായിട്ട് മുഖത്തും കഴുത്തിലും മറ്റു ഭാഗങ്ങളിലാണ് ഉണ്ടാവാറ്. ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസസിൽ ഇത് ചെറിയ തടിപ്പുകളൊന്നും കാണാറില്ല. സാധാരണയായിട്ട് സ്കിന്നിന് ഒരു ബ്ലാക്കിഷ് ഒരു കളറൊന്ന് ഡാർക്കായി വരുന്ന രീതിയിലാണ് ഉണ്ടാവാറ്. ചിലവരിൽ അത് മൊത്തമായിട്ടുണ്ടാകും, ചിലവരിൽ പാച്ചുകളായിട്ട് കാണപ്പെടും. അത് പോകാൻ വളരെ കാലമെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസസ് കുറേ പേരുടെ ഉറക്കം കെടുത്തുന്നത്. എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? രണ്ട് രീതിയിൽ ഈ ഒരു മുഖത്തും കഴുത്തിലും ഈ രീതിയിലുള്ള പാടുകൾ വരാം. ഒന്ന്, ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസ് എന്ന് പറയുന്ന രീതിയിൽ ഉള്ളുന്ന് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു റിയാക്റ്റീവ് ഫിനോമിനൻ പരമായി പല സ്കിന്നിൻ്റെ അസുഖങ്ങളും, സ്കിൻ എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂൺ ഓർഗനാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികമായ കാര്യങ്ങളെ പുറമേ ബാഹ്യമായ കാര്യങ്ങളിൽ നിന്ന് കവർ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അറിയണം, അത് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അതിനോട് റിയാക്ട് ചെയ്യണം. അത് ഇമ്മ്യൂൺ സെൽസ് കൂടുതലായിട്ടുള്ള ഒരു ഓർഗനാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. മുള്ളം പന്നിക്ക് മുള്ളു എന്നെല്ലാം പറഞ്ഞ പോലെ അത് നമ്മൾ എപ്പോഴും പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ഡിഫൻസ് മെക്കാനിസംസ് നമ്മുടെ സ്കിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ റിയാക്ഷൻസും ഗുളിക കഴിച്ചാൽ ആക്ച്വലി വരുന്നത് സ്കിന്നിലാണല്ലോ കൂടുതൽ വരുന്നത്. അപ്പോൾ അത് ആ സ്കിന്നിൻ്റെ ഒരു ഇമ്മ്യൂൺ മെക്കാനിസം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസിന് സംഭവിക്കുന്നത് നമ്മൾ ഈ ഒരു ബോഡിയുടെ ഇമ്മ്യൂൺ ആക്ടിവിറ്റിയുടെ ഫലമായി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ നമ്മുടെ സ്കിന്നിൻ്റെ നിറത്തിൻ്റെ കോശങ്ങളെ നശിപ്പിക്കുകയും ആ ഒരു നിറത്തിൻ്റെ കോശങ്ങൾ നശിച്ച് ആ നിറത്തിൻ്റെ കോശങ്ങൾ അവിടെ ലീക്കാവുകയാണ് ചെയ്യുന്നത്. സാധാരണ വെയിൽ കൊണ്ടാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ മുഖം ഒന്ന് കരുവാളിക്കും. അതിൽ സംഭവിക്കുന്നത് പിഗ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ ഈ കാണുന്ന മെലനോസൈറ്റ്സ് നിറത്തിൻ്റെ കോശങ്ങൾ കൂടുതൽ നിറം ഉൽപ്പാദിപ്പിക്കുകയും പുറത്തേക്ക് അത് റിലീസ് ചെയ്യുന്നതിന് ഭാഗമായിട്ടാണ് ആ ഒരു കരുവാളിപ്പ് ഉണ്ടാകുന്നത്. അത് കുറച്ച് സൺ പ്രൊട്ടക്ഷനും സ്കിൻ ലൈറ്റനിങ് ക്രീമൊക്കെ ഉപയോഗിച്ചാൽ അത് മങ്ങി വരുന്നതാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിറത്തിൻ്റെ കോശങ്ങളുടെ പ്രൊട്ടക്ഷൻ പോവുകയും ബോഡിയുടെ അറ്റാക്കിംഗ് സെൽസ് ആ ഒരു നിറത്തിൻ്റെ കോശങ്ങൾ നശിപ്പിക്കുകയും ഈ കാണുന്ന രീതിയിൽ ഡീപ്പറായിട്ടാണ് ഒരു ഡെർമിസ് വരുന്നുണ്ടെങ്കിൽ ബേസൽ ലെയർ ഏറ്റവും താഴത്തെ ലെയറിലാണ് നിറത്തിൻ്റെ കോശങ്ങളുള്ളത്. ഒരു നിറം ഏകദേശം ഒരു 38 സ്കിന്നിൻ്റെ കെരാറ്റിനോസൈറ്റ്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് നിറം കൊടുക്കാൻ ഉതകുന്നതാണ്. അപ്പോൾ ഈ നിറത്തിൻ്റെ കോശങ്ങളെ ബോഡിയുടെ അറ്റാക്കിംഗ് സെൽസ് നശിപ്പിക്കുമ്പോൾ നിറം അവിടെ ലീക്കാവുകയും തൊട്ട് താഴെയുള്ള ഡെർമിസ് എന്ന് പറയുന്നത് ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള സ്ട്രക്ചറാണ്. അവിടെയാണ് രക്തക്കുഴലുകളും മറ്റൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാൻ. അവിടേക്ക് നീങ്ങിപ്പോവുകയും ബോഡിയുടെ മാക്രോഫേജ് പോലുള്ള, അതായത് ഒരു ബോഡിയിൽ വന്ന അന്യവസ്തുക്കൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില അറ്റാക്കിംഗ് സെൽസാണ്. അതിനെ എൻഗൾഫ് ചെയ്യുക, അതിനെ വിഴുങ്ങുക, എന്നിട്ട് അതിനെ മെല്ലെ ബോഡിയിൽ നിന്ന് ക്ലീനാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇമ്മ്യൂൺ മെക്കാനിസം തുടർന്നുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ നിറത്തിൻ്റെ കോശങ്ങൾ നശിക്കുകയും കൂടുതൽ ഈ ഒരു നിറം നമ്മുടെ സ്കിന്നിന് ഡീപ്പിലേക്ക് ഡെപ്പോസിറ്റഡ് ആയി ഈ ഒരു മാക്രോഫേജസിൻ്റെ ഉള്ളിൽ തിങ്ങി നിറയുകയും ചെയ്യും. ജസ്റ്റ് ലൈക്ക് നമ്മൾ ടാറ്റു അടിക്കുന്നൊരു ഇഫക്റ്റാണ് സംഭവിക്കാൻ. ടാറ്റു എന്തുകൊണ്ടാണ് പച്ച കുത്തിയ ആ രീതിയിൽ പറയുന്നത്? ആ ഒരു കളർ കുറച്ച് ഡീപ്പായതുകൊണ്ട് തന്നെ പച്ച കളറിലേക്ക് ഒരു ടിൻഡാൽ ഇഫക്റ്റ് എന്ന് പറയും. ആ രീതിയിൽ നമുക്ക് കണ്ണിൽ പിടിക്കുന്നത് കൊണ്ടാണ്. അതുപോലെയാണ് ഈ ഒരു ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസിസിൽ നിറം ഡീപ്പർ സെക്ഷനിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അതൊരു
സാധാരണ ഡാർക്കല്ല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്തോ ഒരു വിഷയം വരുന്നുണ്ട്, സാധനങ്ങൾ വെയിൽ കൊണ്ടുള്ളതല്ല. ഒരുമാതിരി ഒരു ചാരനിറം, ആഷി ഡെർമറ്റോസിസ് എന്നിട്ട് പറയാറുണ്ട്. ഒരു ചാരനിറത്തിലുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഭയങ്കര സ്ലേറ്റ് ഗ്രേയിലേക്ക് തന്നെ ചിലപ്പം ആ ഒരു ഗ്രേയിഷ് കളറിലേക്കൊക്കെ പോകുന്ന ഒരു കളറിലാണ് ഉണ്ടാവുക. അത് കാരണം ഈ ഒരു ടാറ്റു അടിച്ചതുപോലെ അവിടെ തന്നെ സ്ഥായിയായി നിൽക്കാനുള്ളൊരു കാരണമായി തീരാറുണ്ട് ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസസ് തുടക്കത്തിലെ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ. അത് കൂടാതെ വേറൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്ന രോഗമാണ് പിഗ്മെൻറ്റഡ് കോസ്മെറ്റിക് ഡെർമറ്റൈറ്റിസ്, റീൽസ് മെലനോസിസ് എന്നൊക്കെ പറയുന്നത്. ഏകദേശം ഇതേ മെക്കാനിസം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇതിൽ ബോഡിയിൽ നിന്ന് ഉള്ളിൽ നിന്നുള്ള പ്രശ്നത്തിന് പകരമായി അവർ ഹെയർ ഡൈ ഉപയോഗിച്ചതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ മുഖത്ത് കോസ്മെറ്റിക്സ്, ഇപ്പോൾ പിഗ്മെൻറ്റഡ് കോസ്മെറ്റിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് അതായത് കോസ്മെറ്റിക്സ് യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടോ ഉള്ള റിയാക്ഷൻ കാരണമായി സ്കിന്ന് പുറമേ നിന്നുള്ളൊരു ഏജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് ഈ രീതിയിലുള്ള ഉള്ളിലുള്ള ഡീപ്പർ സെക്ഷനിലേക്ക് നിറത്തിൻ്റെ കോശങ്ങൾ നശിച്ച് കുറച്ച് സ്കിൻ ഡാർക്കായി പോകുന്നത്. അതിൻ്റെ കാരണം പുറമേ നിന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതൊരു പുറമേ നിന്നുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യാത്തിടത്തോളം കാലം ഇത് റെഡിയാവുകയും ചെയ്യില്ല. കുറേ പേര് അത് ഞാൻ കണ്ടെടുത്തോളം ഹെയർ ഡൈ ആണ് കൂടുതലായിട്ട് വരാറ്. അപ്പം പലരും പറയും ഞാൻ കുറേ കാലമായി യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴാണ് ഇത് വന്നത്. അപ്പോൾ ഏതൊരു ബോഡി റിയാക്ട് ചെയ്യുന്നതും തുടക്കത്തിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. ഒന്നും തീരെ പറ്റാതിരിക്കുമ്പോൾ ഇറിറ്റേഷൻ കൊണ്ടുള്ളത് ചിലപ്പം ചിലത് ബ്രാൻഡ് മാറി ഉപയോഗിക്കുമ്പോൾ അത് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പുറമേ നിന്നുള്ള എക്സിമ പോലെ നീരൊലിക്കുന്ന പോലെ ഉണ്ടാവാൻ. പക്ഷേ ഡീപ്പായിട്ടുള്ള വളരെ സ്ഥായിയായ രീതിയിലുള്ള കോണ്ടാക്റ്റ് അലർജി എന്ന രീതിയിലേക്ക് വരണമെങ്കിൽ ആദ്യം ഒരു സെൻസിറ്റൈസേഷൻ ഫേസ്, അത് കുറേ വർഷങ്ങളോട് എടുക്കും. ബോഡി അതിനെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും, ഇങ്ങനെ ഒരു പുറമേ നിന്നുള്ളൊരു സംഭവം ഉണ്ട്, അതിനെ അറ്റാക്കാണ് മറ്റാക്കാണെന്ന് പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞാൽ ബോഡി അതിൻ്റെ അറ്റാക്കിംഗ് മോഡിലേക്ക് പോകുമ്പോൾ ഇത് എവിടേക്കോ ഈ ഒരു ഡൈ തട്ടുന്നുണ്ടോ ആ ഭാഗത്തൊക്കെ സ്കിന്ന് റിയാക്ട് ചെയ്ത് പോകാറുണ്ട്. ചിലർക്ക് ചൊറിച്ചിലായിട്ട് വരാറുണ്ട്, ചിലവർക്ക് ഈ രീതിയിൽ പല റിയാക്ഷനൊന്നും ഇല്ലാത്ത രീതിയിൽ നിറം നശിച്ചു പോകുന്ന രീതിയിലേക്കുള്ള കറുപ്പായി വരാറുമുണ്ട്. അത് അവരുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിലാണ്. ഹെയർ ലൈൻ ഏരിയ ആ ഒരു ഡൈ ഒഴുകിപ്പോകുന്ന രീതിയിൽ കഴുത്തിലേക്കും ആ രീതിയിലും ഡിഫ്യൂസ് ആയിട്ടാണ് ഉണ്ടാവാൻ. ഒരു പാച്ച് അല്ല, ഒരു മൊത്തമായിട്ടൊരു സ്കിന്ന് പുറമേ നിന്നുള്ള ഏജൻറ്റ് കൊണ്ട്, പുറമേ നിന്നുള്ള വസ്തു കൊണ്ട് റിയാക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെ ഒരു പ്രത്യേകിച്ചിട്ട് ഓരോരോ പാടുപാടായിട്ട് കാണാൻ കഴിയില്ല. ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസിസ് പോലെ മൊത്തമായിട്ടൊരു കറുത്ത രീതിയിലാണ് ഉണ്ടാവാറ്. പലരും വന്നിട്ടുണ്ട് ഞാൻ ഡൈ മാറ്റി നീലാംബരി ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കുറേ പേര് അങ്ങനെ നീലാംബരി പണ്ട് കെമിക്കൽ ഹെയർ ഡൈ കണ്ടിട്ടാണ് ഞാൻ കൂടുതൽ ഇത് നോട്ട് ചെയ്യാറുള്ളത്, ഈ ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസൽ റീൽസ് മെലനോസിസ്. ഇപ്പോൾ കുറേ പേര് നീലാംബരി ഉപയോഗിച്ചിട്ട് വരാറുണ്ട്. നമ്മൾ വിചാരിക്കും പ്രകൃതിയിലുള്ള എല്ലാ സാധനവും സേഫാണെന്നുള്ളത്. നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കിയാൽ മതി. മറ്റേ കൊടിത്തൂവ, നമ്മുടെ നാട്ടിൽ കണ്ണൂരിലൊക്കെ കൊടുത്താന്ന് പറയും, അതും പ്രകൃതിയിലുള്ള സാധനമാണ്. ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ അതെന്തായാലും ബോഡിയെ റിയാക്ട് ചെയ്ത് ചൊറിഞ്ഞ് പണ്ടാരടക്കും. അപ്പം അതുപോലെ ബോഡിക്ക് പറ്റാത്ത കുറേ കാര്യങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാവും. ഒരാൾക്ക് പറ്റുന്നത് മറ്റൊരാൾക്ക് പറ്റണമെന്നില്ല. ഏത് കെമിക്കലിനുള്ള പോലെ ഇപ്പം പ്രകൃതിയിലുള്ള സാധനങ്ങളാണെങ്കിലും കെമിക്കലാണ്. ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകുന്ന സാധനം തന്നെയാണ് H2O എന്ന് പറയുന്നത്, തന്നെയാണ് വെള്ളം എന്ന് പറയുന്നത്. എല്ലാം കെമിക്കൽ തന്നെയാണ്. അപ്പം ഞാൻ പറയാനുള്ളൊരു കാരണം, ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഇതിനു വേണ്ടി തിരുവനന്തപുരം പല സ്ഥലത്ത് പോയി ബയോപ്സിയൊക്കെ എടുത്ത് പ്രൂവ് ചെയ്തു. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഹെയർ ഡൈ യൂസ് ചെയ്ത് നിർത്തണം എന്ന് പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. മരുന്ന് കൊടുക്കുന്നുണ്ട്, ഓരോ മാസം ബ്ലഡ് റിപ്പോർട്ട് ചെയ്യും. ചെറിയൊരു ചേഞ്ച്, 1-2 ചേഞ്ച് ആയി കഴിഞ്ഞാൽ വന്ന് ചോദിക്കും, സാർ ഇത് പ്രശ്നമുണ്ട്. അതൊക്കെ അത്രയും കെയർ കൊടുക്കുന്ന ഒരാൾ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് നെക്കിലൊക്കെ അങ്ങനെ നീരൊലിക്കുന്ന രീതിയിലേക്ക് വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തോ ഉപയോഗിക്കുന്നുണ്ടോ? അപ്പം ഈ പറഞ്ഞ പോലെ ആമസോണിൽ നിന്നുള്ള പൊടി, ഒരു പൊടി മിക്സ് ചെയ്യുക, മറ്റേ പൊടി മിക്സ് ചെയ്യുക, ആയുർവേദം അല്ല എന്ന് പറയുന്നുണ്ട്. നീലാംബരി എന്താണ് അതിൽ കണ്ടൻറ്റ് എന്ന് തോന്നുന്നത്, അതവർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മരുന്ന് എടുക്കുന്നുണ്ട്, പക്ഷേ ഇവരിത് നിർത്താനും കഴിയുന്നില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹെയർ ഡൈ പോലെ തന്നെ സ്കിന്നിൻ്റെ കളർ ഡാർക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണോ ഡോക്ടർ പറഞ്ഞത് ആ രീതിയിൽ തന്നെ ചെയ്യുക. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ അതിനെ നശിപ്പിക്കുന്ന ആൾ അവിടെ നിന്ന് കളയാൻ ശ്രമിക്കും. ഈ ഒരു ഭാഗത്തേക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഡൈയോ കോസ്മെറ്റിക്സോ മറ്റെന്തെങ്കിലും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവില്ല. അപ്പം
ഈ 2 ടൈപ്പാണ് ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസസ് അല്ലെങ്കിൽ പിഗ്മെൻറ്റ് പോസ്മെറ്റിക് ഡെർമറ്റൈറ്റിസ് രീതിയിൽ. രണ്ടിലും ഒന്നായിട്ട് തന്നെ കാണല്. ഒന്ന് ഉള്ളുന്നതിനുള്ള ബോഡിയുടെ റിയാക്ഷൻ ഫലമായി ഒരു സോറിയാസിസോ വെള്ളപ്പാണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ളുന്നതിനുള്ള പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസസ്. അതല്ലാത്ത രീതിയിൽ പിഗ്മെൻറ്റ് കോസ്മെറ്റിക് ഡെർമറ്റൈറ്റിസ് അറിയുന്നത് പുറമേ നിന്നുള്ള എന്തെങ്കിലും വസ്തു ഉപയോഗിച്ചതിൻ്റെ പേരിൽ റിയാക്ഷനായിട്ട് മുൾട്ടാനി മുട്ടി ഉപയോഗിച്ചിട്ട് വന്ന പേഷ്യൻ്റ് ഉണ്ട്. ഈവൻ സൺസ്ക്രീൻ പോലും. അപ്പോൾ അത് ഏതായാലും അതൊരു എന്താണ് ആയുർവേദത്തിൻ്റെതോ മറ്റൊന്നും അത്ര പ്രശ്നമല്ല. നമ്മൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീനോ അത് അല്ലെങ്കിൽ തന്നെ ഇപ്പം പലരും ഓൺലൈനായിട്ടൊക്കെ എന്താണ് ഉള്ള പ്രൊഡക്ട്സുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് വന്നത് പല കമ്പനീസ് തന്നെ ഇപ്പം ഓരോ ദിവസങ്ങൾ ഓരോ പുതിയ കമ്പനികൾ തട്ടിക്കൂട്ടി വരാറുണ്ട്. ആ ഏതൊരു കേൾക്കാത്തൊരു കമ്പനീൻ്റെ പ്രൊഡക്ട്സ് പിമ്പിളിന് വേണ്ടി ഉപയോഗിച്ചു, അതിനുശേഷം മുഖം മൊത്തം റിയാക്ഷനായി വന്നു, ആ രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കൾ നിങ്ങൾ കുറച്ചും കൂടി കെയർ കൊടുക്കുക. ഏതെങ്കിലും ഒരു റിവ്യൂ കണ്ടിട്ടോ ഓൺലൈൻ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ആഡ് കണ്ടിട്ടോ ഏതെങ്കിലും നടി പറഞ്ഞ് എൻ്റെ മുഖം ഇത് വെച്ചിട്ട് വ്യത്യാസം കണ്ടിട്ടൊന്നുമല്ല. എപ്പോഴും അതിൻ്റെ കണ്ടൻറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കുക. ഒരു ക്വാളിഫൈഡ് ഡോക്ടർക്ക് ചോദിച്ചതിന് അറിഞ്ഞതിന് ശേഷം മാത്രം മുഖത്തുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. ഇതാണ് ആ ഒരു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അത് ദൈവം നിശ്ചയിച്ചിട്ട് വരുന്ന വേറെ വിഷയം. നമ്മളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കൊളാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഇതിലൊരു സ്കിൻ ബയോപ്സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു മുമ്പ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡെർമോസ്കോപ്പി എന്നുള്ളൊരു ടൂളുണ്ട്. എന്ന് പറഞ്ഞാൽ സ്കിന്ന് മുറിക്കാതെ തന്നെ, ഞാൻ എല്ലാവർക്കും ഇത് ചെയ്യാറില്ല. അപ്പം ചില ഡൗട്ടുള്ള പേഷ്യൻസ്, അത് ചിലപ്പോൾ അത് പുറമേ നിന്നുള്ളൊരു പിഗ്മെൻറ്റേഷൻ മാത്രമാണെങ്കിൽ അതിൻ്റെ സ്കിൻ ബയോപ്സി ഞാൻ പറയാറില്ല. നോക്കുമ്പോൾ ഈ രീതിയിലുള്ള ഡീപ്പായിട്ട് ഗ്ലോബ്യൂൾസ്, അതായത് ഡോട്ടായിട്ട് പിഗ്മെൻറ്റ്സ് അടിയിലേക്ക് പോകുന്നത് ഏകദേശം ഒരു സുപ്രാബേസൽ ലെയർ വരെ നമ്മൾക്ക് ഈ അതായത് സ്കിന്നിൻ്റെ എപ്പിഡെർമിസിൻ്റെ ഡെർമിസിലേക്ക് എത്തുന്ന വരെയുള്ള സ്ട്രക്ചേഴ്സ് ഈ ഡെർമോസ്കോപ്പി എന്ന ടൂൾ ഈ ഒരു കാണുന്ന പോലെയാണ്. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റാണിത്. അത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള അതിൻ്റെ ഫൈൻഡിങ്സ് കാണും. ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസസ് അല്ലെങ്കിൽ പിഗ്മെൻറ്റഡ് കോസ്മെറ്റിക് ഡെർമറ്റൈറ്റിസ് അതുപോലുള്ള രീതിയിൽ ഞാൻ സസ്പെക്ട് ചെയ്യുന്നെങ്കിൽ ഞാൻ എന്തായാലും സ്കിൻ ബയോപ്സി പറയാറുണ്ട്. കാരണം ഒന്നുകിൽ ഇതൊരു ആക്റ്റീവ് ഫേസ് ആവാം, അതായത് ആ ഒരു സമയത്ത് നമ്മൾ സ്കിൻ ബയോപ്സി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിറത്തിൻ്റെ കോശങ്ങൾ നശിപ്പിക്കുന്ന അറ്റാക്കിംഗ് സെൽസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഇമ്മ്യൂണോ സപ്രസീവ് മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഡെഡ് ഫേസ് ആവാം. കാരണം ഇത് ഈ ഒരു അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം നിന്ന് കഴിഞ്ഞാലും പച്ച കുത്തിയതുപോലെ ഡീപ്പായിട്ട് നിറം അവിടെ ലീക്കായത് കൊണ്ട് തന്നെ കുറേ കാലത്തേക്ക് ആ ഒരു കറുപ്പ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് രോഗം ഉള്ളതിൻ്റെ പേരിലുള്ള കറുപ്പാണോ അതല്ല രോഗം നിന്നിട്ടും അവിടെ ബാക്കി വന്ന കറുപ്പാണോ എന്ന് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അത് ബയോപ്സി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാൻ വേണ്ടി പറ്റും. അപ്പം എന്നിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ സ്കിൻ ബയോപ്സി എന്ന് പറയുന്നത് ഒന്നുമില്ല, ചെറിയൊരു പീസ് അവിടെ ധരിപ്പിച്ചതിന് ശേഷം പേപ്പറിൻ്റെ പങ്ക്ചറിട്ട് കടിക്കുന്ന ചെറിയൊരു കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. ആൾക്കാർ ബയോപ്സി എന്ന് പറഞ്ഞാൽ തന്നെ പേടിക്കും, വേറെന്തോ അസുഖമാണ്. കാരണം ആൾക്കാർക്ക് ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്തോ സീരിയസ് കണ്ടീഷനിൽ മാത്രമേ ബയോപ്സി എടുക്കുന്നുള്ള പേടിച്ച് നിൽക്കും. ഒന്നുമല്ല, സ്കിന്നിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേ നിന്നുള്ള വസ്തുവാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതായതുകൊണ്ട് ബ്ലഡ് എടുക്കുന്ന പോലെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതാണോ ആനയാണോ ചേനയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ചെറിയ പീസ് എടുത്ത് വിട്ടാൽ മതി. മറ്റുള്ള അസുഖങ്ങൾക്ക് അത്രയും സീരിയസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു കിഡ്നി ബയോപ്സി ഒന്നും ഇതുപോലെ എടുക്കാൻ കഴിയില്ല, ഡീപ്പായിട്ട് എടുക്കേണ്ടി വരും. അത്രയും സസ്പെക്ഷൻ അത്രയും സീരിയസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ എടുക്കുള്ളൂ. സ്കിൻ ബയോപ്സി ഏത് കാര്യത്തിലും എടുക്കാവുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കുറേ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് സ്കിൻ ബയോപ്സി ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് അത് അത്ര അഗ്രസീവായി പോകാനോ വേണ്ടതെന്ന് അറിയാൻ. അതല്ല ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെയാണ് പേഷ്യൻ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനത് ക്രീംസ് മാത്രം കൊടുക്കേണ്ട രീതിയിലേക്കാണെങ്കിൽ സ്കിൻ ബയോപ്സി ചെയ്യാറുമില്ല. പക്ഷേ ഒരു നല്ല രീതിയിൽ സ്പ്രെഡ് ആകുന്നവർക്ക് ഞാൻ സ്കിൻ ബയോപ്സി എന്തായാലും അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ബയോപ്സിൻ്റെ റിപ്പോർട്ട് കിട്ടി, ഇതാണ് ലൈക്കൻ പ്ലാനസ് ആണ് പിഗ്മെൻറ്റോസിസ് ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ചിലവർ വന്നിട്ട് തന്നെ പറയും ലേസർ വെച്ചിട്ട് നിറം പോകുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ചെയ്തോടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എൻ്റെ അടുത്ത് നിറം മങ്ങിപ്പിക്കാനുള്ള സ്കിൻ ടാറ്റു റിമൂവൽ ലേസർ പോലെയുള്ളതുണ്ട്. പക്ഷേ എന്നാലും അവർക്ക് ഞാനത് ആ സമയത്ത് ചെയ്തു കൊടുക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആക്റ്റീവായിട്ട് അവിടെ ഇമ്മ്യൂൺ അറ്റാക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ പുറമേ നിന്നുള്ളൊരു എന്തെങ്കിലും എനർജി ബേസ്ഡ് ഡിവൈസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഭാഗത്തേക്ക് ആ ഒരു ഇൻഫ്ലമേഷന് കൂടെ ഇതിൻ്റെ എനർജിയുടെ ഇൻറ്റൻസിറ്റിയും കൂടി വരുമ്പോൾ ചിലപ്പോൾ അത് ആ ഒരു ഭാഗത്തേക്ക് കൂടി വ്യാപിക്കാൻ കാരണമാവും. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബയോപ്സി എടുക്കുക. ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അത് ഇൻഫ്ലമേഷൻ കുറക്കുന്ന രീതിയിലുള്ള ഇമ്മ്യൂണോ സപ്രസീവ് മെഡിക്കേഷൻസ് ആണ് ഇതിന് കൊടുക്കാറ്. ഓറൽ സ്റ്റിറോയിഡ്സ്, മെത്തോട്രക്സിൻ, അങ്ങനെ പല രീതിയിലുള്ള ഇമ്മ്യൂൺ അറ്റാക്സിനെ സപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിക്കേഷൻസ് കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ നശിപ്പിക്കുന്ന ഈ സെൽസുകൾ, ബോഡിയുടെ ഡിഫൻസ് സെൽസ്, അറ്റാക്കിംഗ് സെൽസ് അവിടെ നിന്ന് മാറുകയും
പുതുതായിട്ടുള്ള നിറത്തിൻ്റെ കോശങ്ങൾ നശിച്ച് ആ ഒരു ഓൾറെഡി കറുപ്പായ ഭാഗങ്ങൾക്ക് കൂടുതൽ കറുപ്പ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നിൽക്കുകയും ചെയ്യും. പിന്നെയുള്ള ഈ ബാക്കിയുള്ള കറുപ്പുകളാണ് ആ ഒരു സ്കിന്നിൻ്റെ ഡീപ്പിലുള്ള ആ ഒരു ഡാർക്ക് പിഗ്മെൻറ്റേഷനാണ്. അത് ഇനീഷ്യൽ സ്കിൻ ലൈറ്റനിങ് ക്രീംസുകളൊക്കെ കൊടുക്കും. പക്ഷേ കുറച്ച് ഡീപ്പായതുകൊണ്ട് തന്നെ ക്രീംസ് കൊണ്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് ഒരു കണക്കുണ്ട്. പക്ഷേ ഈ ഒരു പുതുതായിട്ട് നിറങ്ങൾ നശിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചിലർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ആ ഒരു ബാക്കിയുള്ള സെൽസിൻ്റെ ബോഡി അവിടെ നിന്ന് ഇങ്ങനെ മാക്രോഫേജസ് ഒക്കെ വന്ന് ഈ കറുപ്പ് നിറത്തിൻ്റെ കോശങ്ങളെയൊക്കെ നശിച്ചുപോയ കോശങ്ങൾ ഈ നിറത്തിനെയൊക്കെ അവിടുന്ന് മെലനോഫേജസ് എന്ന് പറയും, ഈ കാണുന്ന രീതിയിലുള്ളതാണ്. അത് അവിടുന്ന് ബോഡി ക്ലിയർ ചെയ്യുന്നുണ്ടാവും. അത് എത്രയും സ്പീഡിൽ നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യും. സ്റ്റിൽ നല്ല രീതിയിൽ കറുപ്പുള്ളവർക്ക് അത് കുറച്ച് അവിടെ ബാക്കിയുണ്ടാവും. കാരണം 1 to 2 years സാധാരണ എടുക്കാറുണ്ട് ഈ ഒരു ക്ലിയറിങ് പ്രോസസ്സ് നടക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമ്മ്യൂണോസപ്രസീവ്സ് മരുന്നുകളൊക്കെ കൊടുത്തു, രോഗത്തിനെ തടഞ്ഞു നിർത്തി ക്രീമുകളൊക്കെ കൊടുത്തു, ഒരു അവസ്ഥ എത്തി ഫേർദറായിട്ട് തുടക്കത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, വന്നപ്പിനേക്കാളും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റോപ്പായി. ദാറ്റ് മീൻസ് ആ ഒരു മെഡിക്കേഷൻസിനെ കൊണ്ടും പിന്നെ ബോഡി ക്ലിയർ ചെയ്യുന്നത് കൊണ്ടുമുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ നിലച്ചു. ഇനി നമ്മൾക്ക് ചെയ്യാവുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള അവർ വന്ന് ചോദിച്ച കാര്യങ്ങളാണ്. ഈ ലേസർ ടോണിങ്, അതായത് ക്യൂസിസ്റ്റ് ഇന്ത്യ ഗ്ലേസർ വെച്ചിട്ട് അത് ലേസറിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഡീപ്പായിട്ടുള്ള സ്ട്രക്ചേഴ്സിന് ആ ലേസർ എനർജി പോയിട്ട് ഈ മെലനോസ് ഫേജസ് എന്ന് പറഞ്ഞ ആ ഒരു പിഗ്മെൻറ്റ് ഗ്ലോബ്യൂൾസിനെ അത് ബേസ്റ്റ് ചെയ്യും. ആ ഒരു ലേസർ അക്കോസ്റ്റിക് കൊണ്ട് ആ ഒരു സൗണ്ട് ഉണ്ടാവും. അതിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ലൈക്ക് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കിഡ്നി സ്റ്റോൺസിനെ സൗണ്ട് വെച്ചിട്ട് പൊടിച്ചിട്ട് മൊത്തത്തിലൂടെ ആ ഒരു പൊടിയായിട്ട് പോകുന്നത് പോലെ ഈ നിറത്തിൻ്റെ നിറങ്ങൾ അവിടെ ഗ്ലോബ്യൂൾസായി കട്ട പിടിച്ച് കിടക്കുന്നതിന് ലേസർ വെച്ചിട്ട് പൊടിയായിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. പിന്നെ ആ സ്മോൾ പാർട്ടിക്കിൾസിനെ മാക്രോഫേജസ് വന്നിട്ട് ക്ലിയർ ചെയ്യാൻ ഒറ്റൊരു സിറ്റിങ്ങിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് അല്ല, അത് മൾട്ടിപ്പിൾ സെഷൻസായി ചെയ്യണം. തുടക്കത്തിൽ ചില ഏരിയയിൽ നോക്കി ട്രൈ ചെയ്തിട്ട് വേണം, അതായത് ആക്റ്റീവാണോ അല്ല എന്നുള്ളത് നമ്മൾ മരുന്ന് കൊടുത്താൽ നമുക്ക് പിന്നെ രണ്ടാമത് ബയോപ്സി എടുക്കുന്നതിന് പകരം ചെറിയ ഏരിയയിൽ മാത്രം ചെയ്ത് നോക്കി അവിടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു എത്ര ഏരിയയിലുണ്ടോ ആ ഒരു മുഖമുള്ള കുറേ ഏരിയയിൽ തന്നെ ഒന്നിച്ചിട്ട് അടുത്തൊരു സിറ്റിങ്ങിൽ ആദ്യത്തെ 3 സിറ്റിംഗ് ട്രയൽ നോക്കി ചെറിയ ഏരിയയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്, മറ്റുള്ളതായിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ലേസർ ചെയ്ത ഭാഗം അല്ലാത്ത ഭാഗം ഈ രീതിയിൽ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. എന്നിട്ട് മറ്റുള്ള ഭാഗങ്ങളും കൂടി ചെയ്യാവുന്നതേ ഉള്ളൂ. അത്തരത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ആക്നീൻ്റെ ഒരു ക്രീം ഉപയോഗിച്ച് റിയാക്ഷൻ വന്നു, എന്നിട്ട് വന്നൊരു പേഷ്യൻറ്റിൻ്റെ ഒരു ഇതാണ്, ബിഫോറാണിത്, ആഫ്റ്ററാണ്. നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഫോളോ ചെയ്യുക, അതായത് ഇൻഫ്ലമേഷൻ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേസർ എനർജി വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് ഇതിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണയായി ലൈക്കൻ പ്ലാനസ് തുടക്കത്തിൽ ഉണ്ടാകുന്ന ലൈക്കൻ പ്ലാനസ് തുടക്കത്തിലൊരു സ്പ്രെഡ് കഴിഞ്ഞ് പിന്നെ നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ഫേസ് തന്നെ എന്താണെന്ന് കാരണം കണ്ടുപിടിച്ച് അതിനുള്ള കാരണങ്ങൾ ചിലപ്പം ഹെയർ ഡൈ ആവാം, ചിലപ്പോൾ എന്തെങ്കിലും ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് ആവാം, അത് അവോയ്ഡ് ചെയ്ത് അതിന് ഒരു കാരണവും ഇല്ലാത്ത രീതിയിൽ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ കൊണ്ടുള്ളതാണെങ്കിൽ അതിനുള്ള മരുന്നുകൾ എടുത്ത് അതിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള പുതിയ ട്രീറ്റ്മെൻറ്റ് പീലിങ്ങും ചിലവർ ചെയ്യാറുണ്ട്, സൂപ്പർഫിഷ്യലായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ കുറയാറുണ്ട്. കൂടുതലായിട്ട് ലേസർ ക്യൂസിസ്റ്റ് ഇന്ത്യ ലേസറാണ് കുറച്ചും കൂടി റിസൾട്ട് ഉള്ളത്. അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ സാധാരണയായിട്ട് ആ ഒരു തുടക്കത്തിലുള്ള സ്പ്രെഡ് കഴിഞ്ഞാൽ പിന്നെ ഇത് നിൽക്കാറാണുള്ളത്. അപ്പം ഇനീഷ്യലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കൂടുതൽ ഏരിയയിലേക്ക് വ്യാപിപ്പിക്കാതിരിക്കാൻ നോക്കുക, ബാക്കിയുള്ളത് ഇങ്ങനെയുള്ള ലേസർ പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുക. അപ്പം ഈ ഒരു അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇതുപോലെയുള്ള സാധാരണ അധികം പേരും കുറേ മൾട്ടിവൈറ്റമിൻസ് എടുക്കും, ക്രീംസ് ഉപയോഗിക്കും, എന്നിട്ട് വ്യത്യാസം വരുന്നില്ല, കൂടുന്ന ആ അർത്ഥത്തിലാണ് ഉണ്ടാവാറ്. ചിലർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ചില പേഷ്യൻസ് എനിക്ക് യൂട്യൂബിൽ ഇത് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 1-2 വർഷമായി തോന്നുന്നുണ്ട് കമൻ്റ് ഇട്ടിട്ട്. സമയം കിട്ടാറില്ല യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് എനിക്ക് മനസ്സിലുള്ളതാണ് അത് പറയണമെന്നുള്ളത്. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് അറിയാവുന്നവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. താങ്ക് യു.